ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതം വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈഃ തുഷ്ടുവാംസതനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം നോ അപിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. മുണ്ടക ഉപനിഷത്തിലെ രണ്ടാം മുണ്ടകത്തിലെ രണ്ടാം കാണ്ഡത്തിലെ രണ്ടാം മന്ത്രം. യത് അർച്ചിമത് യത് അണുഭ്യോ അണുച യസ്മിൻ ലോകാ നിഹിതാ ലോകിനശ്ച തദേതദക്ഷരം ബ്രഹ്മ സപ്രാണ തത് വാങ്മന തദേതത് സത്യം തദമൃതം തദ്വേദ്ധവ്യം സൗമ്യ വിദ്ധി. യത് യാതൊന്ന് അർച്ചിമത് അർച്ചിഷ്മത്ത് എന്ന ലൗകിക പ്രയോഗം ദീപ്തിയോടുകൂടി ഇരിക്കുന്നുവോ, അർച്ചിസ്സോടുകൂടി അഥവാ ദീപ്തിയോടുകൂടി ഇരിക്കുന്നുവോ. യത് യാതൊന്ന് അണുഭ്യ അണുക്കളേക്കാൾ സൂക്ഷ്മങ്ങളായ ചാമ മുതലായ ധാന്യം ഏറ്റവും സൂക്ഷ്മങ്ങളായ അണുക്കളേക്കാൾ അണുവായിരിക്കുന്നുവോ, സൂക്ഷ്മങ്ങളായ അണുക്കളേക്കാൾ അണുവായിരിക്കുന്നുവോ. യസ്മിൻ യാതൊന്നിൽ ലോകങ്ങളും ലോകിന ച ലോകികളും ലോകനിവാസികളും ലോകങ്ങളും ലോകനിവാസികളും നിഹിതങ്ങളായിരിക്കുന്നുവോ, സ്ഥിതങ്ങളായിരിക്കുന്നുവോ, അടങ്ങിയിരിക്കുന്നുവോ. തത് ഏതത് അങ്ങനെയുള്ളതാകുന്നു അക്ഷരം ബ്രഹ്മ അക്ഷരമായ ബ്രഹ്മം. സ അതാണ് പ്രാണൻ. തതു അത് തന്നെയാണ് വാങ്മന വാക്കും മനസ്സും. തത് ഏതത് അങ്ങനെയുള്ള ഈ ബ്രഹ്മം സത്യമാകുന്നു, പരമാർത്ഥമായിട്ടുള്ളതാകുന്നു. തത് അത് അമൃതമാകുന്നു, നാശമില്ലാത്തതാകുന്നു. തത് അത് വേദ്ധവ്യം വേദിക്കപ്പെടേണ്ടതാകുന്നു. ഹേ സൗമ്യ അല്ലയോ പ്രിയദർശന, വിദ്ധി അതിനെ വേദിക്കുക, അതിൽ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുക എന്നാണ് ഈ വേദിക്കുക എന്നുള്ളതിന് അർത്ഥം. ആ ബ്രഹ്മം ദീപ്തിയോടുകൂടിയതാകുന്നു. അതിൻ്റെ ദീപ്തി കൊണ്ടാണ് ആദിത്യാദികൾക്ക് ദീപ്തിയുണ്ടാകുന്നത്, സൂര്യൻ മുതലായവയ്ക്ക് പ്രകാശമുണ്ടാകുന്നത്. അത് സൂക്ഷ്മങ്ങളായ വളരെ ചെറുതായ ധാന്യങ്ങൾ, ചാമയരി ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ്, വളരെ ചെറുതായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ചെറുതായ ധാന്യങ്ങളോ ഇല്ലെങ്കിൽ ചെറുതായ വസ്തുക്കളേക്കാൾ സൂക്ഷ്മതരമാകുന്നു. ച എന്നുള്ള ശബ്ദം കൊണ്ട് സ്ഥൂലങ്ങളായ പൃഥിവ്യാദികളേക്കാൾ സ്ഥൂലതരവുമാകുന്നു എന്നറിഞ്ഞുകൊള്ളണം എന്നാണ് ഇവിടെ പറയുന്നത്. ഭൂർലോകം മുതലായ ലോകങ്ങളിലും ആ ലോകങ്ങളിൽ വസിക്കുന്ന മനുഷ്യാദികളും ആ ബ്രഹ്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർവത്തിനും ആശ്രയം ചൈതന്യമാണ് എന്ന് പ്രസിദ്ധമാണ്. ഇപ്രകാരം എല്ലാറ്റിനും ആശ്രയമായിട്ടുള്ളത് അക്ഷരമായ ഈ ബ്രഹ്മം, പ്രാണനും വാക്കും മനസ്സും എല്ലാ കരണങ്ങളും അവയുടെ യജമാനന്മാരും എല്ലാം ആ ബ്രഹ്മം തന്നെയാണ്. പ്രാണേന്ദ്രിയാദികളുടെ സംഘാതം ചൈതന്യത്തെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രാണസ്യ പ്രാണ ബ്രഹ്മം പ്രാണൻ്റെ പ്രാണനാകുന്നു ഇത്യാദി ശ്രുതിയിൽ പറയുന്നുണ്ട്, വേദങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്രകാരം പ്രാണാദികളുടെ ഉള്ളിലുള്ള ചൈതന്യമായ ഈ അക്ഷരം പരമാർത്ഥ സ്വരൂപവും അതുകൊണ്ട്
നശ്വരവുമാകുന്നു, നാശമില്ലാത്തതാകുന്നു, അനശ്വരവുമാകുന്നു, നാശമില്ലാത്തതാകുന്നു. അതിനെ മനസ്സുകൊണ്ട് താടിക്കണം. അതിനാൽ മനസ്സിനെ ഏകാഗ്രമായി നിർത്തേണ്ടതാണെന്ന് സാരം. അതിനാൽ അല്ലയോ പ്രിയദർശന, അക്ഷരത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കുക. മനസ്സിനെ ഏകാഗ്രമാക്കി ആ അക്ഷരത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മം ദീപ്തിയോടുകൂടി പ്രകാശത്തോടു കൂടിയതാകുന്നു എന്ന് പറഞ്ഞു. ആ ദീപ്തി കൊണ്ടാണ് ആ പ്രകാശം കൊണ്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും, സൂര്യൻ മുതലായവകൾക്കെല്ലാം പ്രകാശം ലഭിക്കുന്നത്. അത് ഏറ്റവും ചെറിയ കണികകളേക്കാൾ സൂക്ഷ്മതരമായ കണികയാകുന്നു. അപ്പോൾ ഈ ലോകത്തിൽ വസിക്കുന്ന എല്ലാ ആദികളും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരും പ്രാണികളും എല്ലാം ആ ബ്രഹ്മത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. സർവത്തിനും ആധാരമായിരിക്കുന്ന, ആശ്രയമായിരിക്കുന്ന ചൈതന്യവും ആ ബ്രഹ്മം തന്നെയാണ്. ഇവിടെ ബ്രഹ്മം പ്രാണനും വാക്കും മനസ്സും എല്ലാ കാര്യങ്ങളും കരണങ്ങളും, അതിൻ്റെ ആ കരണങ്ങളുടെയും കാര്യങ്ങളുടെയും യജമാനരും ഈ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ആ ചൈതന്യത്തെ ആശ്രയിച്ചാണ് എല്ലാം ഇരിക്കുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മത്തിനെ നമ്മൾ മനസ്സുകൊണ്ട് ധ്യാനിച്ച് താടിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലിട്ട് അതിനെ താടിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മനസ്സിലിട്ട് അതിനെ നമ്മൾ പലതരത്തിലും വിചാരിച്ച് പല പ്രകാരം ആലോചിച്ച് അതിനെ മനസ്സിലാക്കിയതിനു ശേഷം ഏകാഗ്രമായി മനസ്സിനെ നിർത്തിയാൽ മാത്രമേ അതിനെ നമുക്ക് ആ ബ്രഹ്മത്തിനെക്കുറിച്ച് അറിയുവാനുള്ള ശക്തി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ശിഷ്യന്മാരോട് പറയുന്നത് എന്താണ് ഗുരു? ആ അക്ഷരത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കുക, ആ ബ്രഹ്മത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കുക. അപ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തിക്കഴിഞ്ഞാൽ മാത്രമേ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് ആ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തിയാൽ മാത്രമേ ബ്രഹ്മത്തിനെക്കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ടാണ് ഗുരു പറയുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുക എന്ന കാര്യം. ആ ഒരു കാര്യമാണ് ഈ ബ്രഹ്മത്തിനെ അറിയണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തണം എന്നുള്ള കാര്യമാണ് ഈ മന്ത്രത്തിലൂടെ പറഞ്ഞു തരുന്നത്.